ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമ്മളിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ബിരിയാണി, ഫിഷ് ബിരിയാണി. നെയ്മീൻ കൊണ്ട് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബിരിയാണി എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. വെൽക്കം ടു ദ വീഡിയോ. ഫിഷ് ബിരിയാണി തയ്യാറാക്കുന്നതിന് വേണ്ടി 2.5 ഗ്ലാസ് കൈമ റൈസ് എടുത്തിട്ടുണ്ട്. അരി കുതിർക്കാനായിട്ട് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. അരി വെള്ളമൊഴിച്ച് അരമണിക്കൂർ കുതിർക്കാനായിട്ട് വെക്കാം. അരി കുതിർന്നു വരുന്ന സമയത്തിനുള്ളിൽ ഫിഷ് ബിരിയാണി തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഫിഷ് നമുക്ക് കഴുകി വൃത്തിയാക്കി എടുത്തുകൊണ്ട് വരാം. ഫിഷ് ബിരിയാണി തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് നെയ്മീനാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. 1 കിലോ നെയ്മീൻ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇതിന് മസാല പുരട്ടി മാറിനേറ്റ് ചെയ്തെടുക്കാം. ഫിഷ് മസാല പുരട്ടി എടുക്കുന്നതിന് വേണ്ടി ഒരു പാത്രത്തിലേക്ക് 2 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ പെരിഞ്ജീരകം പൊടിച്ചത്, 1/4 ടീസ്പൂൺ ഗരം മസാല, പാകത്തിന് ഉപ്പ്, 1 ടീസ്പൂൺ വിനാഗിരി, 2 ടീസ്പൂൺ വെള്ളം. ഇതെല്ലാം ചേർത്ത് മസാല ഒന്ന് കുഴച്ചെടുക്കാം. മസാല നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് മീനിലേക്ക് പുരട്ടി കൊടുക്കാം. മസാലയിലേക്ക് മീൻ ഇട്ട് കൊടുക്കാം. മീന് മസാല മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് ചേർത്ത് കൊടുക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ചേർത്ത് ഒന്നുകൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇത് റെസ്റ്റ് ചെയ്യുന്നതിനായിട്ട് 20 മിനിറ്റ് മാറ്റി വയ്ക്കാം. ആ സമയത്തിനുള്ളിൽ നമുക്ക് അരി കഴുകി വൃത്തിയാക്കി എടുത്തുകൊണ്ട് വരാം. ഫിഷ് ബിരിയാണി തയ്യാറാക്കുന്നതിന് വേണ്ടി നമ്മൾ ആദ്യം എടുത്ത മീനിൽ നിന്ന് 1 കിലോ മീനിൽ നിന്നും 4 പീസ് മീൻ മാറ്റി വെച്ചിട്ടുണ്ട്. അരി അരമണിക്കൂർ കുതിർത്തതിന് ശേഷം കഴുകി വൃത്തിയാക്കി ഊറ്റിയെടുത്ത് വെച്ചിട്ടുണ്ട്. ഫിഷ് ബിരിയാണി തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം മീൻ ഫ്രൈ ചെയ്തെടുക്കാം. നേരത്തെ നമ്മൾ മാറിനേറ്റ് ചെയ്ത് മാറ്റി വെച്ചിരിക്കുന്ന മീൻ 20 മിനിറ്റ് ആയിട്ടുണ്ട്. അത് നമുക്കിനി ഫ്രൈ ചെയ്തെടുക്കാം. ഫിഷ് ബിരിയാണി തയ്യാറാക്കുമ്പോൾ എപ്പോഴും വെളിച്ചെണ്ണ ഉപയോഗിക്കുന്നതാണ് നല്ലത്. പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണയിൽ തയ്യാറാക്കുമ്പോഴാണ് ഫിഷ് ബിരിയാണിക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് കിട്ടുന്നത്. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മീൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം. മീന് ഡീപ്പ് ഫ്രൈ ചെയ്യേണ്ട ആവശ്യമില്ല. ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതിയാകും. മീന് നമുക്ക് തിരിച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. മീന് പൊടിഞ്ഞു പോകാതെ നന്നായിട്ട് മറിച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. മീന് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇത് നമുക്കിനി കോരിയെടുക്കാം. മീന് പൊടിയാതെ കോരി ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ബിരിയാണി ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള റൈസ് വേവിച്ചെടുക്കാം. റൈസ് വേവിച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു ബിരിയാണി പോട്ടിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് സ്പൈസസ് ചേർത്ത് കൊടുക്കാം. 3 ഏലക്ക, കുറച്ച് പട്ട, 4 കഷ്ണം ഗ്രാമ്പു, തക്കോലം, ബേ ലീഫ്. ഇതിലേക്ക് 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം കൂടി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഊറ്റി മാറ്റി വെച്ചിരിക്കുന്ന റൈസ് ഇട്ട് കൊടുക്കാം.
അരി ചേർത്ത് മിക്സ് ചെയ്തെടുക്കാം. ബിരിയാണി തയ്യാറാക്കുന്നതിന് വേണ്ടി 2.5 ഗ്ലാസ് അരിയാണ് എടുത്തിരിക്കുന്നത്. 5 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. വെള്ളത്തിൽ ചോറിന് പാകത്തിന് ആവശ്യമായ ഉപ്പ് കൂടി കലക്കി ചേർത്തൊഴിച്ചു കൊടുക്കാം. ഇനി ഇത് അടച്ചു വെച്ച് 5 മുതൽ 6 മിനിറ്റ് വരെ വേവിച്ചെടുക്കാം. അടുത്തതായി മീൻ പൊരിച്ച അതേ പാനിൽ തന്നെ നമുക്ക് മസാല തയ്യാറാക്കിയെടുക്കാം. പാൻ ഒന്ന് ചൂടായി വരുമ്പോൾ 2 മീഡിയം സൈസ് സവാള ചെറുതായി അരിഞ്ഞത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. 3 പച്ചമുളക് നെടുകെ കീറിയത്, ഇത് രണ്ടും ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇത് ചെറുതായിട്ടൊന്ന് വഴണ്ടു വരുമ്പോൾ ഇതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് ചേർത്ത് കൊടുക്കാം. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പച്ചമണം മാറുന്നത് വരെ വഴറ്റി കൊടുക്കാം. ഇതിലേക്ക് പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പച്ചമണമെല്ലാം മാറി സവാള വഴണ്ട് വന്നിട്ടുണ്ട്. ഇതിലേക്ക് 2 മീഡിയം സൈസ് തക്കാളി കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കാം. തക്കാളി ചേർത്ത് വഴറ്റി എടുക്കാം. ഇനി ഇത് അടച്ചു വെച്ച് 2 മിനിറ്റ് വേവിച്ചെടുക്കാം. 2 മിനിറ്റ് അടച്ചു വെച്ചതിന് ശേഷം അടപ്പ് തുറന്ന് നോക്കാം. ടൊമാറ്റോ എല്ലാം നന്നായിട്ട് വെന്ത് ചേർന്നിട്ടുണ്ട്. ഇനി ഫ്ലെയിം ലോ ആക്കി വെച്ചതിന് ശേഷം പൊടി ഐറ്റംസ് ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ ബിരിയാണി മസാല, 1/2 ടീസ്പൂൺ ഗരം മസാല, 3/4 ടീസ്പൂൺ മല്ലിപ്പൊടി. ഇതെല്ലാം ചേർത്ത് പൊടികളുടെ പച്ചമണം മാറുന്നത് വരെ വഴറ്റി കൊടുക്കാം. പൊടികൾ ചേർത്ത് വഴറ്റിയെടുക്കുമ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ച് വഴറ്റിയെടുക്കുക, ഇല്ലെങ്കിൽ പൊടികൾ കരിഞ്ഞു പോകും. പൊടികളുടെ എല്ലാം പച്ചമണം മാറി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. വെള്ളമൊഴിച്ച് തിളച്ച് വരുന്ന സമയത്ത് ഉപ്പ് പാകത്തിനാണോ എന്ന് നോക്കി ഉപ്പ് പാകത്തിന് ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ ആദ്യം എടുത്ത മീൻ കഷ്ണങ്ങളിൽ നിന്നും കുറച്ച് മീൻ കഷ്ണം മാറ്റി വെച്ചായിരുന്നു. ആ മീൻ കഷ്ണങ്ങൾ ചെറിയ കഷ്ണങ്ങളാക്കിയതിന് ശേഷം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. മീൻ കഷ്ണങ്ങൾ ചേർത്തതിന് ശേഷം ഒന്ന് ഇളക്കി കൊടുക്കാം. മീൻ പൊടിഞ്ഞു പോയാലും വേറെ പ്രശ്നമൊന്നുമില്ല. മീൻ കഷ്ണങ്ങളും ചേർത്ത് ഇളക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് അടച്ചു വെച്ച് 5 മിനിറ്റ് വേവിച്ചെടുക്കാം. 5 മിനിറ്റ് കഴിഞ്ഞ് അടപ്പ് തുറന്ന് നോക്കാം. മീനെല്ലാം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. തയ്യാറായി വന്ന മസാലയിലേക്ക് 1/4 കപ്പ് തൈര് ഒഴിച്ചു കൊടുക്കാം. ലോ ഫ്ലെയിമിലാക്കി തൈര് ഒഴിച്ചു കൊടുക്കുക. തൈര് ഒഴിച്ചതിന് ശേഷം ഒന്ന് യോജിപ്പിച്ച് കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് മല്ലിയില ചേർത്ത് കൊടുക്കാം. പുതിനയില ഉണ്ടെങ്കിൽ പുതിനയില കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇത് അടച്ചു വെച്ച് 1 മിനിറ്റ് കുക്ക് ചെയ്തെടുക്കാം. 1 മിനിറ്റ് കുക്ക് ചെയ്തതിന് ശേഷം അടപ്പ് തുറന്ന് നോക്കാം. ഇതിലേക്ക് 1 ടീസ്പൂൺ നാരങ്ങ നീര് ചേർത്ത് കൊടുക്കാം. നാരങ്ങ നീര് ചേർത്ത് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. മസാല നന്നായിട്ട് റെഡിയായി വന്നിട്ടുണ്ട്. ഫ്രൈ ചെയ്ത മീൻ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കാം. ഇനി സ്റ്റൗവ് ഓഫ് ചെയ്യാം. ഫിഷ് ബിരിയാണിക്ക് വേണ്ടിയിട്ടുള്ള മസാല റെഡിയായി വന്നിട്ടുണ്ട്. ഇനി വേവിക്കാൻ വെച്ച ചോറ് തുറന്ന് നോക്കാം.
ചോറ് നന്നായിട്ട് വെന്ത് പാകത്തിന് വന്നിട്ടുണ്ട്. ഇനി ഇത് കോരി വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഈ ബിരിയാണി പോട്ടിലാണ് നമുക്ക് ബിരിയാണി ദം ചെയ്യേണ്ടത്. അതുകൊണ്ട് ഈ ചോറ് കോരി വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. തയ്യാറാക്കി വെച്ചിരിക്കുന്ന മസാല ബിരിയാണി പോട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കാം. മസാല ഒന്ന് നിരത്തി കൊടുക്കാം. മസാല നിരത്തിയതിന് ശേഷം വേവിച്ച് വെച്ചിരിക്കുന്ന റൈസ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി റൈസ് മസാലയുടെ മുകളിൽ ഇതുപോലെ ഒന്ന് നിരത്തിയെടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് ബിരിയാണി മസാല ചേർത്ത് കൊടുക്കാം. രണ്ട് ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. കുറച്ച് മഞ്ഞപ്പൊടി റോസ് വാട്ടറിൽ മിക്സ് ചെയ്തെടുത്തത് ചേർത്ത് കൊടുക്കാം. ചോറിന് നല്ലൊരു മണവും കളറും കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് മഞ്ഞപ്പൊടി ഇതുപോലെ റോസ് വാട്ടറിൽ മിക്സ് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നത്. ഗാർണിഷ് ചെയ്യുന്നതിന് വേണ്ടി ഇതിലേക്ക് കുറച്ച് മല്ലിയില അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. കുറച്ച് മുന്തിരിങ്ങ വറുത്തത് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് നട്ട്സ് വറുത്തത് ഇട്ട് കൊടുക്കാം. സവാള വറുത്ത് വെച്ചിരിക്കുന്നത് ചേർത്ത് കൊടുക്കാം. ഗാർണിഷ് ചെയ്തതിന് ശേഷം 5 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ അടച്ചു വെച്ച് ദം ചെയ്തെടുക്കാം. 5 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ ദം ചെയ്തെടുത്തതിന് ശേഷം സ്റ്റൗവ് ഓഫ് ചെയ്യാം. ഇനി ഒരു 10 മിനിറ്റ് വരെ അടപ്പ് തുറക്കാതെ ഇങ്ങനെ വെച്ചിരിക്കാം. മിനിറ്റ് അടച്ചു വെച്ചതിന് ശേഷം ബിരിയാണി പോട്ട് തുറന്ന് നോക്കാം. ബിരിയാണി നന്നായിട്ട് വെന്ത് പരുവത്തിനായി വന്നിട്ടുണ്ട്. ഇനി ഫസ്റ്റ് ലെയർ ചോറ് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം റൈസ് കോരി വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. റൈസും മീനും കൂടെ മിക്സ് ചെയ്താൽ മീൻ പൊടിഞ്ഞു പോകും. അത് കാരണം ചോറ് നമുക്ക് ആദ്യം കോരി വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. ചോറ് കോരി വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചതിന് ശേഷം നമുക്ക് സെർവ് ചെയ്യാവുന്നതാണ്. ഇതിലേക്ക് മസാല വെച്ച് കൊടുക്കാം. വളരെ സ്വാദിഷ്ടമായ ഫിഷ് ബിരിയാണി ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.